ഹായ് ഓൾ, എൻ്റെ പേര് ജിസ്മി ഷാജു. ഞാൻ കനൽ NGOയിലെ ചൈൽഡ് വെൽഫെയർ അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും നീറ്റ് എക്സാമിൻ്റെ തിരക്കിലായിരിക്കുമെന്നറിയാം. അപ്പോൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡ്രസ് കോഡ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗേൾസിൻ്റെ ഡ്രസ് കോഡിലേക്ക് കിടക്കാം. അപ്പോൾ ഡ്രസ്സിങ്ങിലേക്ക് പറയുമ്പോൾ തന്നെ എപ്പോഴും ലൈറ്റ് ഷെയ്ഡിലുള്ള ഡ്രസ്സ് വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലിയ പ്രിൻറ്റിങ്സ് ഒക്കെയുള്ള ഡ്രസ്സ് മാക്സിമം ഒഴിവാക്കുക. നേരത്തെ മൈൽഡ് പ്രിൻറ്റിങ്സ് നമുക്ക് ധരിക്കാവുന്നതാണ്. ലൈറ്റ് ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ മാക്സിമം നിങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീൻസ് ഒഴിവാക്കുക. ജീൻസ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ കോട്ടൺ പാൻറ്റ് ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള ലെഗിൻസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം നിങ്ങൾ ധരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുകയാണെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ചെക്കിങ് കഴിഞ്ഞ് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് മാക്സിമം ധരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഓർണമെൻറ്റ്സ് ഒക്കെ അതുപോലെ പ്രത്യേകിച്ച് മെറ്റൽ കൊണ്ടുള്ള ഓർണമെൻറ്റ്സ് ആണെങ്കിൽ അത് നിങ്ങളോട് ഊരി വെക്കാനായിട്ട് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ പറയാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്മലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ഒരു ഇയറിങ് ധരിച്ചാൽ മതി. പിന്നെ വാച്ചസ് നമുക്ക് ധരിക്കാനായിട്ട് പറ്റില്ല. എല്ലാ എക്സാം ഹാളിലും ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം നിങ്ങൾക്ക് നോക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഡ്രസ് കോഡിങ്ങിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പർദ്ദ അങ്ങനെയുള്ള മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്കാണെങ്കിൽ അത് ധരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് 1 മണിക്കൂർ മുൻപേ എക്സാം ഹാളിലേക്ക് എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ മഫ്തി ഒക്കെ ഹിജാബൊക്കെ ധരിക്കുന്നവരാണെങ്കിൽ അതിൽ സൂചി കുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. മെറ്റൽ വസ്തുക്കൾ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിന്നെ ചെക്കിങ്ങിൽ പിടിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാതിരിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഗേൾസിൻ്റെ ഡ്രസ് കോഡിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നർ വെയേഴ്സിൻ്റെ കാര്യം. ബ്രാ ഉപയോഗിക്കുമ്പോൾ മെറ്റൽ ഹുക്ക് കൊളത്തൊക്കെയുള്ള ബ്രാസ് ഒഴിവാക്കുക. അതേപോലെ തന്നെ വയേർഡ് പാഡഡ് ബ്രാ ഇതൊന്നും ധരിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ചെക്കിങ്ങിൻ്റെ സമയത്ത് പിന്നീട് അത് ഊരി വയ്ക്കാനായിട്ട് ചിലപ്പോൾ അവർ പറയാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റൽ കൊണ്ട് ഹുക്ക് കൊളത്തൊക്കെ വരുന്ന ബ്രാസ്, വയേർഡ് പാഡഡ് ബ്ര ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും സ്പോർട്സ് ബ്ര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഹുക്കൊക്കെയുള്ള ബ്രായാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതേപോലെ കയ്യിൽ ഇപ്പോൾ നെയിൽ പോളിഷൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ മൈലാഞ്ചി മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ആരും ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇട്ടിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, അത് ഫെയ്ഡ് ആയിക്കോളും. അപ്പോൾ പുതിയതായിട്ട് ഇനി ആരും എക്സാം കഴിയുന്നവരെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഗേൾസിൻ്റെ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഇനി ബോയ്സിൻ്റെയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ക്യാപ്പ്, കൂളിംഗ് ഗ്ലാസ് ഇതൊന്നും നമുക്ക് ധരിക്കാനായിട്ട് പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ട് വന്നാലും ആ ചെക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്കത് പുറത്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്നും ധരിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വാച്ച്, പ്രത്യേകിച്ച് ഇയർബഡ്സ്, പിന്നെ ഇലക്ട്രോണിക് ഡിജിറ്റൽ വാച്ചസ് ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡ്രസ്സിങ്ങിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജീൻസ് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ വലിയ ബട്ടൺസ് അങ്ങനെയുള്ള പിന്നെ വലിയ സിപ്പ്, കുറേ പോക്കറ്റുകളൊക്കെയുള്ള പാൻറ്റൊക്കെ ആണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. കാർഗോസ് പോലത്തെയൊക്കെയുള്ള പാൻസ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ജോഗേഴ്സോ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടൊക്കെ നിങ്ങൾ ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ ഷർട്ട്സ് അത് കോളർ ഇല്ലാത്തതാണ് കൂടുതൽ ധരിക്കാൻ നല്ലത്. കോളർ ഉണ്ടെങ്കിൽ തന്നെ അത് കോളർ ഇല്ലാതെ ധരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സൊന്നും നമുക്ക് അലൗഡ് അല്ല എക്സാം ഹാളിലേക്ക്. അപ്പോൾ ഫുൾ സ്ലീവ് ഇല്ലാത്ത ഷർട്ട്സോ ലൈറ്റ് കളറിലുള്ള ഷർട്ട്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രിൻറ്റിങ് ആവാം, പക്ഷേ വളരെ നേർത്ത പ്രിൻറ്റിങ്ങുകളായിരിക്കും നല്ലത്. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സ് വേണം ശ്രദ്ധിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുവാനും എക്സാം ഹാളിലേക്ക് ധരിക്കുവാനും. ഇത്രയൊക്കെയാണ് നീറ്റിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.